നമസ്കാരം. റഷ്യൻ മിസൈലുകൾ അമേരിക്കയിൽ. ഉക്രൈനിൽ അമേരിക്കൻ സൈന്യമെത്തുന്നു. റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ശക്തമായതോടെ പ്രതിരോധത്തിനായി കൂടുതൽ അമേരിക്കൻ നിർമ്മിത വ്യോമ പ്രതിരോധ സാമഗ്രികളും വെടിക്കോപ്പുകളും അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും US കോൺഗ്രസിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കത്തയച്ചിരിക്കുന്നു. അതേസമയം യുക്രൈന്റെ ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ജീവനക്കാരെ പോലും തോക്കെടുപ്പിച്ച് രംഗത്തിറക്കാൻ റഷ്യൻ പാർലമെന്റും പുതിയ ബില്ലിന് അനുമതി നൽകിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും വ്യോമാക്രമണം ശക്തമാക്കിയതോടെ 4 വർഷം പിന്നിട്ട യുദ്ധം കൂടുതൽ നാടകീയമായിട്ടുള്ള തലത്തിലേക്ക് നീങ്ങുകയാണ്. 1250 കിലോമീറ്റർ നീളമുള്ള യുദ്ധമുന്നണിയിൽ ഇരു വിഭാഗത്തിനും നിലവിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുമില്ല. റഷ്യയിൽ ഇനി ജോലി ചെയ്യുന്ന ജീവനക്കാരടക്കം തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങും, സൈനികരായി മാറും. ഉക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ ഏതാണ്ട് 5 ലക്ഷത്തോളം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ട് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള GSSQ മേധാവിയായിട്ടുള്ള ആനി ക്യൂസ്റ്റ് ബട്ട്ലർ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധഭൂമിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്നോട്ട് പോവുകയാണ് എന്നും പുതിയ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. പക്ഷെ സ്വന്തമായി നിർമ്മിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയിലെ എണ്ണപ്പാടങ്ങളും നിർമ്മാണശാലകളും ഉക്രൈൻ ലക്ഷ്യമിടുകയാണ്. ഇതിന് തിരിച്ചടിയായി കഴിഞ്ഞ വാരാന്ത്യത്തിൽ മാത്രം റഷ്യ ഏകദേശം 90 മിസൈലുകളും 100 കണക്കിന് ഡ്രോണുകളുമാണ് കീവിന് നേരെ തൊടുത്തുവിട്ടത്. നിലവിൽ 90% വരുന്ന ഡ്രോണുകളും തകർക്കാൻ യുക്രൈന് സാധിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലും US സൈനിക താവളങ്ങളിലും വ്യോമ പ്രതിരോധം ശക്തമാക്കാൻ യുക്രൈൻ വിദഗ്ധർ സഹായിക്കുന്നുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ സ്വന്തമായിട്ട് മിസൈൽ പ്രതിരോധ സംവിധാനം നിർമ്മിക്കുവാൻ ഉക്രൈന് ശേഷിയില്ലാത്തതിനാൽ അമേരിക്കയെ മാത്രമാണ് ആ രാജ്യം ആശ്രയിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ, അതായത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യുദ്ധ സാഹചര്യങ്ങൾ കാരണം അമേരിക്കയിൽ നിന്നുള്ള ആയുധ വിതരണം കുറഞ്ഞതായിട്ട് സെലൻസ്കി ചൂണ്ടിക്കാട്ടുന്നു. അതായത് രാജ്യത്തിന്റെ നിലനിൽപ്പിനായിട്ട് പോരാടുന്ന ഞങ്ങൾക്ക് മിസൈലുകളില്ലാത്ത പാട്രിയറ്റ് ബാറ്ററികൾ നോക്കി നിൽക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ് എന്ന് പറയുകയാണ്. വരാനിരിക്കുന്ന ഭീഷണികളെ ചെറുക്കാൻ നിലവിലെ ആയുധ വിതരണം ഒട്ടും തികയില്ല എന്നുള്ളതാണ് സെലൻസ്കി പറയപ്പെടുന്നത്. മാത്രമല്ല വാഷിംഗ്ടൺ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല ഈ കത്തിന് ഇതുവരെ. കാരണം ട്രംപും പ്രതികരിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇതിനകത്ത് പ്രതികരിക്കേണ്ടത്? കാരണം യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും വാങ്ങി നൽകുന്ന US ആയുധങ്ങളാണ് യുക്രൈന്റെ പ്രധാന കരുത്ത്. എങ്കിലും ചുരുക്കം ചില നാറ്റോ സഖ്യകക്ഷികൾ മാത്രമായിട്ട് ഇതിനകത്ത് വലിയ തുക നിക്ഷേപിക്കുന്നത് എന്ന് കൂടി പറയട്ടെ. അതായത് റഷ്യൻ ഭൂമിയിലേക്ക് അമേരിക്കയുടെ മിസൈലുകൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സെലൻസ്കി ആഗ്രഹിക്കുന്നത്. ഉക്രൈനിൽ അതുകൊണ്ട് തന്നെ അമേരിക്കൻ പട എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലുമാണ് സെലൻസ്കി. റഷ്യയിൽ താഴത്തെ സഭയായിട്ടുള്ള സ്റ്റേറ്റ് ഡുമ കഴിഞ്ഞ ദിവസം പാസാക്കിയ അസാധാരണമായിട്ടുള്ള ബില്ല് പ്രകാരം രാജ്യത്തെ ബാങ്കുകളിൽ ഇലക്ട്രോണിക് ജാമ്യ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുന്ന ബാങ്ക് ജീവനക്കാർക്ക് ഡ്രോണുകൾ വെടിവെച്ചിടുവാനുള്ള പരിശീലനം നൽകുകയും ചെയ്യാൻ പോകുന്നു. റഷ്യയിലെ എല്ലാ നഗരങ്ങളിലും ബാങ്കുകൾ ഉള്ളതിനാൽ ഇവയെ വ്യോമ പ്രതിരോധത്തിന്റെ ഭാഗമാക്കുന്നത് സുരക്ഷാ വലയം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെന്നാണ് റഷ്യയുടെ കണക്കുകൂട്ടലുകൾ പോലും. റഷ്യൻ സെൻട്രൽ ബാങ്കും പ്രമുഖ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള സ്പെസബർ ബാങ്കും ഈ പദ്ധതിയുടെ പരിധിയിൽ വരും. സ്റ്റേറ്റ് ഡുമയുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള അനറ്റോലി അക്സ്കോവ് വ്യക്തമാക്കിയത് പ്രകാരം ബാങ്ക് ജീവനക്കാർക്ക് സുരക്ഷാ സേനയുടെ മറുപടിക്കാട്ട് കാത്തു നിൽക്കാതെ തന്നെ ഡ്രോണുകളുടെ സിഗ്നലുകൾ ജാം ചെയ്യുവാനും വ്യോമകര നാവിക ഡ്രോണുകളെ തകർക്കാനുമുള്ള അനുവാദം ഉണ്ടാകുമെന്നാണ്. അതായത് ഓരോ ബാങ്കുകൾക്കും തങ്ങളുടെ ഏത് ജീവനക്കാരെയാണ് ഇതിനായി പരിശീലിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കാം. ഈ ബില്ലിന് ഇനി ഉപരിസഭയായിട്ടുള്ള ഫെഡറേഷൻ കൗൺസിലിന്റെ അംഗീകാരവും പുടിന്റെ ഒപ്പും കൂടി മാത്രം മതി. ഭീമാകാരമായിട്ടുള്ള റഷ്യൻ ഭൂപ്രദേശത്തെ യുക്രൈന്റെ ആധുനിക ഡ്രോണുകളിൽ നിന്ന് സംരക്ഷിക്കുവാൻ മോസ്കോ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് പാശ്ചാത്യ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് സൈനികതേതര മേഖലകളിലേക്ക് പ്രതിരോധ ചുമതല വികേന്ദ്രീകരിക്കുവാൻ റഷ്യ നിർബന്ധിതരാകുന്നത്. റഷ്യൻ ജനതയെ യുദ്ധത്തിന്റെ ആഘാതങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പുടിൻ ശ്രമിക്കുന്നതിനിടെയാണ് സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാരെ തോക്കെടുപ്പിക്കുന്നത് തിരിച്ചടിയായേക്കുമെന്നുള്ള വിലയിരുത്തലുകൾ അടക്കം വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഉക്രൈന് വേണ്ടിയിട്ട് അമേരിക്ക മിസൈലുകൾ നൽകി റഷ്യയിലേക്ക് അത്തരത്തിൽ മിസൈലുകൾ ഘടിപ്പിച്ച് വിടുകയാണ് എന്നെങ്കിൽ, അല്ലെങ്കിൽ തൊടുത്തു വിടുകയാണ് എന്നുണ്ടെങ്കിൽ, ഉക്രൈനിൽ അമേരിക്കൻ സൈന്യം തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത യുദ്ധം റഷ്യയും അമേരിക്കയും തമ്മിലുള്ളതായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. റഷ്യക്കെതിരെ പ്രയോഗിക്കുന്ന ഓരോ അമേരിക്കൻ മിസൈലുകൾക്കും ട്രംപ് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല.